ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിത് താമസിക്കുന്നതിൻ്റെ പുറത്തായിട്ട് തന്നെ ഫുള്ള് കോട അടിച്ച് കിടക്കാം. അപ്പോൾ ഇന്നലെ ഞങ്ങൾ നേരെ ആ വിൻമില്ല് പോയി അവിടെ നിന്ന് ജസ്റ്റ് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ച് ആ സൺസെറ്റൊക്കെ കണ്ട് നേരെ രാമക്കൽമേട്ടിലേക്ക് പോയില്ല. ലേറ്റ് ആയതുകൊണ്ട് പോയി ഒരു കട കണ്ടെത്തി അവിടെ നിന്ന് ഫുഡും കഴിച്ച് നേരെ റൂമിലേക്ക് വരായിരുന്നു. ഞങ്ങൾ ഓൾറെഡി എണീറ്റപ്പോൾ ലേറ്റായി. ഇനി വേഗം റെഡി ആയിട്ട് ഒരാൾ കുളിച്ച് റെഡി ആയി കഴിഞ്ഞ് ഇനി വേഗം റെഡി ആയിട്ട് നേരെ മേഘമലയിലേക്ക് പോകണം. 6 മണിക്ക് ചെക്ക് പോസ്റ്റ് ഓർക്കും ആ ടൈമിൽ എത്താമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പം ടൈം 7 മണിയായി. നന്നായിട്ട് കിടന്ന് ഉറങ്ങി എല്ലാവരും. ഇതേ പോലെ പറഞ്ഞു എടീഷ പല്ലേക്കിടി വേഗം പോകണ്ടേ. ഇത് ഞാനും നൂറി റെഡി ആയിട്ട് ഇനി ഇഷയുണ്ട്, ചെക്കായി ഉണ്ട്, ഇവളുണ്ട്. ഇവരൊക്കെ അതെ കൈ പെണീറ്റുള്ളൂ. ഏട്ടാ നീ പെണീറ്റുള്ളൂടാ. ഞാൻ എണീറ്റേൻ്റെ ഭ്രാന്തില്ല. അപ്പോൾ ഇവർ കൂടി കുളിച്ച് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ വേഗം ഇറങ്ങും. ഇത് ഇവിടെയൊക്കെ അത് സെറ്റപ്പായിട്ട് കോട. ഞാൻ രാവിലെ എണീറ്റ് വന്ന ടൈമിൽ ഇവിടെ ഒന്നും കോട ഉണ്ടായില്ല. ഇവിടുന്ന് താഴേന്ന് കയറി വന്നെ ഉണ്ടായുള്ളൂ. പക്ഷെ ഇപ്പോൾ ഇത് ഇവിടേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി നേരം കഴിയുമ്പോഴേക്കും നമ്മൾ ഫുള്ള് കോടമഞ്ഞ് നിറയും. അവിടെ താഴെ കാണാൻ ഹട്ട് കണ്ടോ? ഹട്ട് ഇപ്പോൾ കാണാനേ ഇല്ല, അത്രയും കോടയാണ് അവിടെ. ഫുള്ള് കോട വന്ന് മൂടിയത്. അപ്പോൾ അതേ സൂര്യൻ വന്നു, വെയിൽ വന്നതോടുകൂടി നമ്മുടെ കോടമഞ്ഞൊക്കെ പോയി. അതുപോലെ തന്നെ അതേ ആ ഹട്ടൊക്കെ ഇപ്പോൾ നേരെ നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇപ്പം സമയം 7:48. നമ്മൾ 6 മണിക്ക് പോകാമെന്ന് പറഞ്ഞാൽ 6 മണിക്ക് ആരും എണീറ്റില്ല. അത് കാരണം എന്താ ഇനി 8 മണിക്കെങ്കിലും ഒന്ന് ഇറങ്ങണം കേട്ടോ 8 മണിക്കെങ്കിലും ഇറങ്ങണം. ആ കഴിഞ്ഞെങ്കിൽ വാ സൈനോ വാടാ. പിന്നെ റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു കളർ തീമും അതിൻ്റെ കൂടെ ഈ ഒരു ഗ്രീൻ വന്നേക്കുന്നത്, ഒരു പേസ്റ്റൽ ഗ്രീൻ വന്നേക്കുന്നതൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ ഈ ബെഡിലിട്ടേക്കണ ഈ ഒരു സാധനം, ഈ പുതപ്പ്, ഈ നീല, ഇത് ഒട്ടും കൂടെ ചേരുന്നതാണ്. അത് ഇതിന് ഒട്ടും മാച്ചാവാത്തൊരു കളറായിപ്പോയി. അപ്പോൾ നമ്മളിത് ലഗേജൊക്കെ എടുത്ത് ഓരോരുത്തരോരുത്തർ ഇറങ്ങി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മേഘമലക്ക് പോകുമ്പോൾ പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും കൊണ്ടുപോകരുത്. ഇത് ഇതുപോലത്തെ കുപ്പിയിലൊക്കെ വെള്ളം കൊണ്ടുപോകാം. പ്ലാസ്റ്റിക് കുപ്പിയിൽ നമ്മൾ 1 ലിറ്ററിൻ്റെ കുപ്പിയിൽ വെള്ളം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫൈൻ അടിച്ച് കിട്ടും. അപ്പോൾ അത് കാരണം ഇതിനകത്തുണ്ടായ നമ്മൾ മേടിച്ച എല്ലാ കുപ്പികളും ഇവിടെ റൂമിൽ തന്നെ നമ്മൾ കൊടുത്തു. റൂമിൽ തന്നെ അവിടെ വേസ്റ്റ് ബിന്നിലിട്ടു. പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കയ്യിൽ വയ്ക്കല്ലേ കേട്ടോ. ഫൈൻ അടിച്ചാൽ നിൻ്റെ പെരുന്നാക്കാശിൽ നിന്ന് കൊടുക്കേണ്ടി വരും കേട്ടോ. എന്നിട്ട് കാര്യമൊന്നുമില്ല. ഇത് നമ്മൾ രാവിലെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഹട്ടൊക്കെ ഇപ്പം നന്നായിട്ട് കാണാം കേട്ടോ. കോടമഞ്ഞൊക്കെ ഫുള്ള് പോയി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പോണ വഴി നമുക്ക് റിസപ്ഷനിൽ നിന്ന് നമ്മുടെ സ്റ്റേയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള വഴിയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ റോഡ് കണ്ടില്ലേ, ഇതാണ് റോഡിൻ്റെ അവസ്ഥ. നമുക്ക് അവിടെ നിന്ന് ചെറിയൊരു ഓഫ് റോഡ്. അപ്പോൾ നമ്മളിത് കീ കൊടുക്കാൻ വേണ്ടി റിസപ്ഷനിലേക്ക് പോവാണ്. കീ കൊടുക്കാൻ പോവാം. പക്ഷെ ഇവിടെ ആളില്ലാന്ന് തോന്നുന്നുണ്ടോ. വേറെ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഇപ്പോൾ ഒരു വണ്ടി ഉണ്ടായുള്ളൂ. ഇപ്പോൾ വേറെ ഗസ്റ്റൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. 3 വണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ നിലവിൽ ആരുമില്ല. അപ്പോൾ നമുക്ക് ആ പയ്യനൊന്ന് വിളിച്ച് കീ കൊടുക്കാം. അപ്പോൾ ഞാൻ ആളെ വിളിച്ചപ്പോഴേ ഇവിടെ ആളില്ല. അപ്പോൾ ഈ ചെടിച്ചട്ടിയിൽ ഇട്ടേക്കാൻ പറഞ്ഞു. നമുക്ക് ഈ ചെടിച്ചട്ടിയിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്റ്റേ കഴിഞ്ഞ് നേരെ ഇനി ചിന്നമന്നൂർക്ക് വിടാം. അതിൻ്റെ ഇടയിൽ ഫുഡ് കിട്ടണമെങ്കിൽ ഫുഡ് കഴിക്കാം. ഇവിടെ കേരളം, ഇവിടെ തമിഴ്നാട്. ഇവിടെ കേരളം, ഇവിടെ തമിഴ്നാട്. നമ്മൾ നിൽക്കുന്നത് കേരളത്തിലും തമിഴ്നാടിൻ്റെ ചേർന്ന്. അപ്പോൾ നമ്മളിതേ ചെക്ക് പോസ്റ്റ് കയറി തമിഴ്നാട്ടിലേക്ക് കയറിയിടാം. കമ്പർ റോഡിലേക്ക് കയറി. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ചെക്ക് പോസ്റ്റ് കഴിയുമ്പോൾ തന്നെ കുരങ്ങന്മാരെയൊക്കെ കണ്ടുപിടിക്കും. ഓടിയത് ഇനി ഇവിടെ ഫുള്ള് ഹെയർ പിന്നുകളാണ് നമുക്ക് ഈ താഴത്തേക്ക് ഇറങ്ങാനായിട്ട്. ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം അവിടെ പോലീസുകാരുണ്ടായിരുന്നു. അപ്പുറം കേരള പോലീസ്, ഇപ്പുറം തമിഴ്നാട് പോലീസ്, 2 പേരും ഉണ്ട്. ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ചെക്കിങ് ഉണ്ട്. എന്താടി നൂറി പഴം കുരങ്ങനെ കൊടുത്താൽ കുരങ്ങ വണ്ടി കയറിയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നൂറിയുടെ പടി കയറി ഇരിക്കും കുരങ്ങൻ. ഇഷായാണ് ഇവിടെ ഏറ്റവും ഫ്രണ്ടിൽ കയറി കാഴ്ചാടാൻ നിൽക്കുന്നത്. നിന്നോടാരോ ഫ്രണ്ടിൽ കയറി ഇരിക്കാൻ പറഞ്ഞേ. അപ്പോൾ ഫുള്ള് തമിഴ്നാട് ബോർഡുകളായി. കേരള ബോർഡുകളൊക്കെ മാറി, മലയാളമൊക്കെ പോയി, ഫുള്ള് തമിഴായി. ഇത്രയും ഹെയർ പിന്നുണ്ടോ. ഇത് ഫുള്ള് നമുക്കിനി ഇറങ്ങിയിട്ട് വേണം
കമ്പത്തേക്ക് എത്താനായിട്ട്. മൊത്തം 18 ഹെയർ പിന്നാണ് കേട്ടോ. അതിനകത്ത് ഇനി 13 കൂടി ഉണ്ട്. ബാക്കി നമ്മൾ ഇറങ്ങി. അങ്ങനെ ഹെയർ പിൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ ഫുഡ് കഴിക്കാനൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. റിയൽ കേരള ഫുഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താ സംഭവം നോക്കാം. ജൈനുവിന് എന്താ വേണ്ടേ? അപ്പമാണോ ദോശയാണോ കപ്പയാണോ എന്താണ്? ഇതോ? ഇത് വെച്ച് കളിക്കാൻ പറ്റില്ല. ഇത് ചില്ല് ഗ്ലാസ്സാണ്. ഇന്നലെ കളിച്ചത് സ്റ്റീൽ ഗ്ലാസ് ആയിരുന്നു. ഇല്ല 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 ഇല്ലടി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫുഡ് എത്തിയിട്ടാണ്. ദോശ ഇവന് വേണ്ടി മേടിച്ചാണ്. പക്ഷേ ഇപ്പോൾ ഇത് വലിയ ദോശ ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും കഴിക്കേണ്ടി വരും. ഞാൻ ഉദ്ദേശിച്ചത് ചെറിയ ദോശയാണ് ഉദ്ദേശിച്ചത്. ഇത് പ്ലെയിൻ റോസ്റ്റാ, ദോശയല്ല. കുഴപ്പമില്ല, എല്ലാവരുടെയും തീർത്തോ. എല്ലാവരുടെയും കഴിക്കുക, എല്ലാവരും കഴിക്കും. ഇതൊരു സാമ്പാർ ഇത്ര കളറ്, ഭയങ്കര മുളകാണല്ലോ ഇതിനകത്ത്. എരിവുണ്ടാ? എരിവുണ്ടാ? ഓ ഭയങ്കര എരിവാണെന്നാ 100 പറയണേ. ശകരി ഉണ്ടോടി? ഇല്ലേ, ഇത് കൂട്ടിയാ നീ. സാമ്പാർ കൂട്ടാണ്ട് എരിയണ എങ്ങനെയാ? സാമ്പാർ കൂട്ടി നോക്ക്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത 2ാമത്തെ സ്ഥാനത്തില്ല, കേരളത്തിൻ്റെ സ്വന്തം പൊറോട്ട. എവിടെ പോയാലും നമ്മൾ പൊറോട്ടയിലാണ് കഴിക്കുള്ളൂ. നിങ്ങൾ ഇന്നലെ രാത്രി പൊറോട്ടയിൽ കഴിച്ചത്? അയ്യേ, ഞാൻ കപ്പ കഴിച്ചത്. പക്ഷെ ശോകം കപ്പയായിരുന്നു. തമിഴ്നാട്ടിൽ വന്നോണ്ട് ശോകം പൊറോട്ടയായിരുന്നു. ശോകം കപ്പയായിരുന്നു. മുട്ടക്കറി പൊറോട്ട ഉണ്ടാവും. പക്ഷെ അകെ ഞാൻ ദോശ ചെയ്തോ? റീഷ ദോശ ഇന്നലെ മുട്ടക്കറിയും പൊറോട്ടയാണ് നിങ്ങൾ രാത്രി കഴിച്ചത്. മുട്ടക്കറിക്ക് ഇത് തന്നെയാണ് അവസ്ഥ. അന്യായ കളറ്. എരിവുണ്ടോ നോക്കിയടി. ഇത് മുളക് പൊടിയുടെ കളറാണോ ഒരു കളർ എടുത്തേന്നാണോ? എന്തൊരു കളറതിന്? കാശ്മീരി മുളക് പൊടിയാണോ അതോ കളറാണോ? ഇന്ന് മേഘമല എത്തൂലെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഊഞ്ഞാലാട്ടവും ഊർന്നളിയാണല്ലോ. പോവണ്ടേ? ഊഞ്ഞാലാട്ടവും ഊർന്നളിയായിട്ട് ഇരുന്നാൽ മതിയാ. കരിക്കിൻ്റെ വില ചോദിക്കാൻ നിർത്തിയതാണ് കേട്ടോ. കരിക്കിന് 50 രൂപ. നമ്മുടെ അവിടെ 55 എങ്ങാണ്ടാണ്. 5 രൂപ കുറവാണ്. നമുക്ക് ചിലപ്പോൾ കുറച്ചാൾ പോകുമ്പോൾ ഇനിയും വില കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇലക്ഷൻ ആയതുകൊണ്ടേ നല്ല ചെക്കിംഗ് ആണ്. കേരളത്തിൽ ചെക്കിംഗ് ആയിരുന്നു, തമിഴ്നാട് ചെക്കിംഗ് ആയിരുന്നു. ഫുള്ള് ടിക്കറ്റ് ഓപ്പൺ ചെയ്ത് പൈസ എന്തെങ്കിലും കൂടുതൽ കൊണ്ടുപോകണമെന്ന് അവർ ചോദിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളൊക്കെ വരുന്ന കാശുകൂട്ട ട്രിപ്പ് പോന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങളതായാലും പറഞ്ഞു വിട്ടു. ഇവിടുത്തെ ഡീസലിൻ്റെ വില ഉണ്ടോ? 93-92. ഇന്നലെ ഞങ്ങൾ കേരളത്തിൽ നിന്ന് അവിടെ നിന്ന് അടിച്ചത് 96 സംതിങ് ആയിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 2 രൂപ 3 രൂപയുടെ വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ ചിലപ്പോൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഇനി ചിലപ്പോൾ വില കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതേ ഇപ്പം ചിന്നമണ്ണൂർ എത്തിയിട്ടുണ്ട്. ചിന്നമണ്ണൂരിൽ നമുക്ക് റൈറ്റ് എടുത്ത് മേഘമലക്ക് പോവാം. ഇവിടെ അടുത്ത് തന്നെ റൈറ്റ് ഉണ്ട്. ഇവിടെ റൈറ്റ് ഇവിടെ ഈ ബസ്സിൻ്റെ ഫ്രണ്ടിൽ റൈറ്റ് ഉണ്ട്. യെസ് ചേട്ടാ, മാറു ചേട്ടാ, പോട്ടെ ചേട്ടാ. അയ്യോ, നമുക്ക് ഈ റൈറ്റ് എടുത്ത് നേരെ പോകാം. എല്ലാവരും കണ്ടു വെച്ചോട്ടെ, ഇവിടുന്ന് റൈറ്റ് എടുക്കേണ്ടത്. മുല്ലപ്പൂവാ? ഇവിടെ മുല്ലപ്പൂവ് കാണും. ഓ, കാളവണ്ടി. ഇത് കാളവണ്ടി പോണോക്കളെ, കാളവണ്ടി. കറങ്ങുന്നില്ല. കറങ്ങിയാലും നല്ല രസം ഉണ്ടായാലേ. നീരാകാശവും വിൻമില്ലും. ഏതാടി? നമ്മളിനി ഇതേ ആ മലയിലേക്ക് കണ്ട കയറാൻ പോകണം. അതിന് മുമ്പായിട്ട് ഇവിടെ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെക്ക് പോസ്റ്റിന് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് പ്ലാസ്റ്റിക് ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയിട്ട് അതേ കയറി പോകാം. ഹൈവേ വി ലേക്സ്.